ആ ഒരു സമയം ഞാനും ആ ഒരു ചെറുപ്പക്കാര ചെക്കനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടില്. എല്ലാരും വരാൻ താമസിക്കും എന്നെനിക്ക് അറിയാമായിരുന്നു. അപ്പൊ തന്നെ ഉച്ച സമയമായിരുന്നു. ഞാൻ ആ സമയത്ത് അവന് ചോറും കാര്യങ്ങളും എടുത്തു കൊടുക്കുകയായിരുന്നു. മുൻപിലത്തെ കഥയിൽ പറഞ്ഞതുപോലെ തന്നെ സോപ്പ് അത് വാങ്ങാൻ പോയി ഒരു ചെറിയ പരിചയം. അതേപോലെ തന്നെ ഇന്ന് തൈരും കൊണ്ട് അവൻ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. ആ സമയത്തായിരുന്നു തൈരെല്ലാം കുറുക്കി അവന് ഞാൻ ചോറൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ചോറും കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചങ്ങനെ ഇരുന്നു. പെട്ടെന്ന് അവൻ എന്നോട് ചോദിച്ചു, മാഡം മാഡം ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ കല്യാണം കഴിഞ്ഞതാണ്. പിന്നെ ഹസ്ബൻഡും കുട്ടിയുണ്ട്. അവരെ ജോലിക്കും പഠിത്തത്തിനും കാര്യത്തിനൊക്കെ പോയതാണ്. ഉടനെ തിരിച്ചു വരും. എന്താ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചേ? അല്ല, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു പോറൽ പോലില്ല, വൃത്തിയിലും മറ്റും എല്ലാം വളരെ നീറ്റായിട്ട് വെച്ചിരിക്കുന്നു. പെട്ടെന്ന് കുട്ടികളുണ്ടെന്നോ ഭർത്താവുണ്ടെന്നോ ഒന്നും തോന്നില്ല. മാഡം ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നിപ്പോയി എന്നവൻ മറുപടി പറഞ്ഞു. അങ്ങനെ കേട്ട സമയത്ത് തന്നെ ഞാനും ചിരിച്ചു. എന്താ അങ്ങനെ ഒരു ചോദ്യങ്ങളൊക്കെ, അങ്ങനെയൊക്കെ തോന്നാൻ പാടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവൻ തിരിച്ചു മറുപടി പറഞ്ഞു, എന്താ അങ്ങനെയൊന്നും തോന്നാൻ പാടില്ലെന്ന് മാഡത്തിനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഓ ഇല്ലേ ഇല്ലേ, നിന്നോട് ഞാൻ എങ്ങനെ ഏറ്റുമുട്ടാനാണ് എൻ്റെ കുട്ടി, എനിക്ക് അങ്ങനെ ഏറ്റുമുട്ടാനൊന്നും പറ്റില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവൻ ചോറും കാര്യങ്ങളും എല്ലാം കഴിച്ചു. ശേഷം പാത്രം എടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അതൊന്നും വേണ്ട, ഇതെല്ലാം ഞാൻ കഴുകി വെച്ചോളാം. അല്ലേ തന്നെ 100 കൂട്ടം പണിയുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് എനിക്കൊരു ടേസ്റ്റും കാര്യങ്ങളുമാണ്. കുക്കിംഗ് ഒരു പാഷനാണ്. പിന്നെ എൻ്റെ ചോറും കറിയൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പം ആള് ഒന്ന് കണ്ണടച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് മാഡം, ഇത്രയും നല്ല ഫുഡ് ടേസ്റ്റി ആയിട്ട് ഞാൻ വേറെ എവിടെയും കഴിച്ചിട്ടില്ല. ഞാൻ വെറുതെ പൊക്കി പറയാണെന്ന് മാഡം വിചാരിക്കണ്ട, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ ഒരു പ്ലേസും വീടും ഒരു സമയത്ത് ഒരിക്കലെങ്കിലും ഇവിടെ നിന്ന് താമസിച്ചേ കൊള്ളാമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്രയും നല്ലൊരു ഡ്രസ്സും അത്രയും നല്ലൊരു ആ ഒരു കവറിങ് പാറ്റേണും എല്ലാം നന്നായിട്ടുണ്ട്. വീട് മെയിൻ്റെനൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കും ഇഷ്ടപ്പെട്ടു പോകും ഇങ്ങനെ പ്ലേസൊക്കെ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞങ്ങളുടെ വാടകയ്ക്കൊരു മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒഴിഞ്ഞ മുറിയും കാര്യങ്ങളൊക്കെയാണ്, മുകളിലാണ്. വേണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ താമസിച്ചുള്ളൂ. പിന്നെ റെൻ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ അത് റെൻ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഞങ്ങളങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ റെൻ്റുണ്ട്. പിന്നെ നിനക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഹസ്ബൻഡിനടുത്ത് സംസാരിക്കാൻ കുറച്ച് തരാൻ വേണ്ടിയിട്ട്, അപ്പോൾ നിനക്ക് ഇവിടുന്ന് പോവുകയും ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, അല്ല മാഡം, ഞാനിപ്പോൾ ഉടനെ നോക്കാൻ ഉള്ള സാമ്പത്തികം എനിക്കില്ല. പിന്നെ എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്, അത് ഞാൻ എന്തെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്നെപ്പോലെ ജെന്റിൽമാനായിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൂം കൊടുക്കുക കേട്ടോ. അല്ലാതെ ലോ ക്ലാസ് ഈ കള്ളു കുടിച്ചൊക്കെ നടക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർക്കൊന്നും ഞങ്ങൾക്കുള്ള റൂം കൊടുക്കാൻ പറ്റില്ല. അത് നിർബന്ധമാണ്. നിന്നെ കണ്ടപ്പോൾ അങ്ങനെ കള്ളുകുടിയും ചീട്ടുകളെയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്ക് ഫീൽ ചെയ്തു, അതാണ് ഞാൻ പറഞ്ഞേട്ടോ എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ മാഡം, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദുശീലമില്ലാത്ത ഒരു സാധു കുട്ടിയാണ് എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാധു കുട്ടിയുടെയൊക്കെ തനിനിറം ഒരു സമയത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ലേടാ എന്ന് പറയുമ്പോൾ, ഒന്ന് പോവാം മാഡം എന്നൊക്കെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് അവൻ്റെ പ്ലേറ്റ് എടുത്തുകൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് പോയി. ഞാൻ അവിടെ നിന്നിട്ട് നല്ല രീതിയിൽ ആ പ്ലേറ്റ് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് സമയം എടുക്കട്ടോ, കാരണം വെച്ചാൽ ആ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ അടുക്കടുക്കായിട്ട് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഞാനത് അടുക്കടുക്കായിട്ട് നല്ല രീതിയിൽ കഴുകിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആ ഒരു വാതിൻ്റെ അരികിൽ ആൾ വന്നു. എന്നിട്ട് എന്നോട് തന്നെ ചോദിച്ചു, എന്തെങ്കിലും ഹെൽപ്പ് വേണോ മാഡം എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി, ഷോക്കായി. അവിടെ ആരും അങ്ങനെ വന്ന് നിൽക്കാറില്ലായിരുന്നു. കാരണം ഞങ്ങൾ 3 പേര് മാത്രം താമസിക്കുന്ന റൂമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ അവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയോ അങ്ങനെ ചോദിക്കുകയൊന്നുമില്ല. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എടാ ഞാൻ പേടിച്ചു പോയി കേട്ടോ, നീ ഇങ്ങനെ വന്ന് നിന്നിട്ട് പറയല്ലേ, നമ്മൾ പെട്ടെന്ന് അറിയുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, സോറി മാഡം, എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആൾ എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഹെൽപ്പ് വേണോ എന്ന് വീണ്ടും എന്നെ അടിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ അവിടെ പോയിരുന്നേ, എനിക്കൊരു ഹെൽപ്പും വേണ്ട.
ഇവിടെ വന്ന് ഒരു അതിഥിയെ കൊണ്ട് ഞാനങ്ങനെ ഭക്ഷണം അങ്ങനെ കഴിപ്പിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. നീ ഇവിടെ പോയിരുന്നു എന്ന് ഞാൻ കൂളായിട്ട് പറഞ്ഞു. ആ സമയത്ത് ആളൊരു അനുസരണയുള്ള കുട്ടി പോലെ അവിടെ പോയിരുന്നു കേട്ടോ. ശേഷം ഞാൻ നേരെ പോയത് എല്ലാം കഴിഞ്ഞിട്ട് റൂമിലേക്കാണ്. റൂമിൽ പോയ സമയത്തും ആള് അനുസരണമുള്ള ഒരു കുട്ടിയെ പോലെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ഇവനെന്താ പോകുന്നില്ലേ? ഞാൻ ജസ്റ്റ് വിളിച്ചിട്ട് ഭക്ഷണം കൊടുത്തത് മാത്രമാണ്, ആളെന്താ അവിടെ തന്നെ ഇരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ട് റൂമിലേക്ക് പോയി. പെട്ടെന്ന് റൂമിലെത്തിയ സമയത്ത് എനിക്ക് ആഗ്രഹം തോന്നി, അവിടെ എല്ലാം വൃത്തികേടായിട്ട് തന്നെ കിടക്കല്ലേ, ഒന്ന് അടിച്ചു വാരിയേക്കാന്ന്. അങ്ങനെ ഞാൻ അടിച്ചു വാരാനായിട്ട് ചൂലും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. അപ്പോഴും അവൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ വിചാരിച്ചു, എന്താണ് ഈ ചെക്കൻ ഇങ്ങനെ പോകാതെ നിൽക്കുന്നത്, അവന് വീട്ടിലൊന്നും പോകണ്ടേ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഓരോ മുറിയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആള് മുറിയുടെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, മാഡം എന്നാൽ ഞാൻ പോട്ടെ, കടയിൽ ഒരുപാട് തിരക്കുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ നീ പൊക്കോ തിരക്കാണെന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു, മാഡം ഇവിടെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരുന്നത്, അല്ലാതെ ഞാൻ പോകേണ്ട സമയം കഴിഞ്ഞിരുന്നു, എന്തിനാ മാഡം ഇരിക്കാൻ പറഞ്ഞ്, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, നീ അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇരിക്കാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, അത് അങ്ങനെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതല്ല എന്ന് ഞാൻ അവനോട് മറുപടി പറഞ്ഞു. പെട്ടെന്ന് അവൻ ഒന്ന് പുഞ്ചിരിച്ച് എന്തോ ഒന്ന് തലയിലൊരു കൈയടിച്ചു. അയ്യോ ഞാൻ അറിയാതെ അങ്ങനെ ചോദിച്ചേ മാഡം, പെട്ടെന്ന് മാഡം അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് അവിടെ ഇരിക്കാൻ എന്തോ കാര്യമുണ്ട് എന്നാണ് ഫീൽ ചെയ്തു, അതാ ഞാൻ അവിടെ ഇരുന്നത് എന്ന് പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്തും ഞാൻ അവിടെ തൂത്തോണ്ട് തന്നെ നിൽക്കായിരുന്നു. കുറച്ച് സമയം അവൻ എന്നെയും നോക്കി. അതിനുശേഷം വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം ഞാനൊന്ന് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. ഇറങ്ങിക്കോ എന്ന് ഞാൻ പറയുമ്പോൾ അവൻ വീണ്ടും എന്നെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് ഞാൻ അവനെ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒന്നുമില്ല മാഡം, പറയാനങ്ങനൊന്നുമില്ല. പെട്ടെന്ന് അവൻ്റെ കണ്ണുകളിൽ നോക്കിയ സമയത്ത് എന്തോ എന്നോട് പറയാനുള്ളത് പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു, എന്തുണ്ടെങ്കിലും നീ പറഞ്ഞിട്ട് പോയാൽ മതി, അല്ലാതെ പെട്ടെന്ന് ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നുമില്ല മാഡം, ഞാനങ്ങനെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ എടുത്തു പറയാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നിനക്ക് എന്തോ പറയാനുണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതെന്തായാലും പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ശേഷം അവൻ വീണ്ടും ഇറങ്ങുന്ന സമയത്ത് ഞാൻ മുന്നിൽ കയറി നിന്നിട്ട് പറഞ്ഞു, പോകണ്ട ഇപ്പം, എന്തായാലും കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി. പെട്ടെന്ന് അവൻ പറഞ്ഞു, എൻ്റെ മാഡം അങ്ങനെയൊന്നുമില്ല, മാഡത്തിൻ്റെ ഒരു കാര്യം എനിക്കങ്ങനെ സ്പെഷ്യലായിട്ട് പറയാനൊന്നുമില്ല, പെട്ടെന്ന് മാഡത്തിൻ്റെ അടുത്തൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, എന്തോ ഒരു ക്യൂരിയോസിറ്റി പോലെ, എന്താണ് പറയുന്നത്, എന്താണ് കാര്യം എന്നുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. ശേഷം ഞാൻ അവൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചു, എന്താ നിനക്ക് പറയാനുള്ളത്, ആ ഒരു കാര്യം പറയും എന്ന് പറയുമ്പോൾ അവൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മാഡത്തിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്, അത് എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. കടയിൽ അന്ന് സോപ്പ് വാങ്ങിക്കാൻ വന്ന സമയത്തും ഞാനത് ശ്രദ്ധിച്ചു, ഇവിടെ ആരും ഇടാത്ത രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ, ആ ഒരു ചുരിദാറാണെങ്കിലും പക്ഷേ നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ആണെങ്കിൽ ശരി തന്നെ ഒരു വെസ്റ്റേൺ ടൈപ്പ് ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേഡം ഇടുന്ന സമയത്ത് അത് നല്ല ഭംഗി തോന്നുന്നുണ്ട്. അപ്പോൾ അത് ആർക്കാണെങ്കിലും ഒന്ന് നോക്കി നിന്ന് പോകും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു ഒന്ന് നോക്കി നിൽക്കാനൊക്കെ. അത് എനിക്ക് മാഡത്തിനോട് പറയണമെന്നുണ്ട്, പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം പെട്ടെന്ന് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നെനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അതിനെന്തിനാണ് ഇങ്ങനെയൊക്കെ മറച്ചു വെക്കേണ്ട കാര്യം, നല്ലൊരു കാര്യമല്ലേ നീ പറയുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോൾ അവരവരുടെ ഇഷ്ടമല്ലേ അത് ഇടേണ്ടയും കാര്യങ്ങളൊക്കെ എന്നവൻ്റെ അടുത്ത് ഞാനൊരു ചില്ല് പോലെ രീതി പറഞ്ഞു. അപ്പോൾ അവനും പറഞ്ഞു, അത് ശരിയാണ് മാഡം അങ്ങനെ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞിട്ട് നടക്കാൻ ഇറങ്ങിയ, അതായത് പുറത്തേക്ക് ഇറങ്ങിയവൻ അവിടേക്കൊന്ന് തിരിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം കാണാൻ സുന്ദരിയാണ് കേട്ടോ, ഒരു നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് എന്ന് പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് കേട്ട സമയത്ത് ഞാനൊന്ന് പൊങ്ങിപ്പോയി. നീ വെറുതെ എന്നെ ഇങ്ങനെ പൊക്കി പൊക്കി ആകാശം വരെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല, നീ നേരെ വണ്ടി വിട്ടോ എന്ന് ഞാൻ മറുപടി പറയുമ്പോൾ ആളെ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നുമില്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ, കാണാൻ നല്ല ഭംഗിയുള്ള ആൾക്കാരെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് തന്നെ പറയണം, അല്ലാതെ അവരെ കൊള്ളില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എടാ ഈ പ്രപഞ്ചത്തിലുള്ള ഏത് ആൾക്കാർക്കാണെങ്കിലും ഏത് മനുഷ്യർക്കാണെങ്കിലും ഏത് മൃഗങ്ങൾക്കാണെങ്കിലും ശരിയല്ലേ നല്ല ഭംഗിയുണ്ട്, അത് നമ്മുടെ ആ ഒരു ചിന്താഗതിയിലും
നമ്മുടെ ആ ഒരു മൈൻഡിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നിയായിരിക്കും. പെട്ടെന്ന് അവൻ പുഞ്ചിരിച്ചു. മാഡം നല്ല സാഹിത്യത്തിൻ്റെ ആളാണല്ലോ, നന്നായിട്ട് വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ഇങ്ങനെയുള്ള ഫിലോസഫീസ് ഒന്നും പെട്ടെന്ന് ആർക്കും കിട്ടില്ല എന്നവൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും ഞാൻ ഫിലോസഫിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നിന്റെ അത്രയും വലിയ പ്രൊഫഷണലോ കാര്യങ്ങളൊന്നുമല്ല. ഞാനൊരു സാധാരണപ്പെട്ട ഒരാളാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ എന്ന് പറയുന്ന സമയത്ത് ആളിങ്ങനെ പൊയ്ച്ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മാഡത്തിന് ഞാനൊരു ഡ്രസ്സ് കൊണ്ടുവന്ന് ഇടുമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എന്ത് ഡ്രസ്സാണ്? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഒരു ഡ്രസ്സും കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ഒരു മോഡൽസൊക്കെ ഇടുന്ന ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് എനിക്കൊരുപാട് ഇഷ്ടമാണ്. അത് ഓരോ സമയത്തും നമ്മുടെ ഏരിയയിൽ ഒരു ഫാഷൻ ഷോ നടന്നിരുന്നു. അപ്പോൾ അവിടെ ഇട്ടിരുന്ന ആ ഒരു ആളുകളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്കത് കണ്ട സമയത്ത് തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഈ കുഗ്രാമത്തിൽ ആർക്കും പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല. അതൊക്കെ മാഡത്തിനെ പോലുള്ള നല്ല സെൻസായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അതിടാനും അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നുപോയി, ഞാൻ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൽ കോഴ്സ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് അത് കേട്ട സമയത്ത് ഞാൻ നമ്പരം തോന്നും. ഞാൻ പെട്ടെന്ന് വിശ്വസിച്ചു, അപ്പം നീ IT കമ്പനിയുടെ മാനേജറാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അതുകൊണ്ട് ഇതുകൊണ്ട് 2 കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട് മാഡം. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ തട്ടുകടയിൽ വന്നിരിക്കുകയും അങ്ങനെ പലചരക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് മാഡം. ജീവിക്കണ്ടേ മാഡം, മാഡത്തിന് എന്നെ അറിയാമല്ലോ ഇന്നത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചു. പെട്ടെന്ന് അവനെ ഇറങ്ങി അവിടെ നിന്ന്. ആ സമയത്ത് എനിക്ക് നല്ല വിഷമം തോന്നി. അവനെപ്പോലെ നല്ല ജെന്റിൽമാൻ, കാണാൻ സുന്ദരൻ, അയാളുടെ തന്നെ ഒരുപാട് സംസാരിക്കാൻ നമുക്കൊരു ആഗ്രഹം തോന്നും. ഞാൻ പെട്ടെന്ന് അവൻ്റെ അടുത്ത് ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചു, എടാ നീ ഇനി എപ്പോഴാണ് ഇങ്ങോട്ട് വരിക? എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലേ നീ ഇങ്ങോട്ട് വരത്തുള്ളൂ. പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവനെ ചിരിച്ചു. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് അങ്ങനെയൊന്നും വേണ്ട, എപ്പോഴെങ്കിലും ഇങ്ങോട്ടൊക്കെ വരിക, അപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഒരു കൂട്ടമാവുമല്ലോ എന്ന് ഞാനൊരു ദയനീയ ഭാവത്തോടെ എൻ്റെ ഒരു അവസ്ഥ എന്ന രീതിയിൽ ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ അവനും കേട്ടപ്പോൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാൻ നോക്കാം മാഡം എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി. അങ്ങനെ അവൻ അവിടേക്ക് ഇറങ്ങി. ഞാൻ അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ആ ഒരു സമയത്ത് ഈ ഒരു കഥയുടെ ബാക്കി ഞാൻ പറയുന്നതായിരിക്കും. പിന്നീട് ആ ഒരു ലൈഫിലുണ്ടായ കാര്യങ്ങളും എൻ്റെ ജീവിതവും കാര്യങ്ങളും എല്ലാം ഒരു കഥ പോലെ എന്ന രീതിയിൽ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങളെല്ലാവരും കഥ കേൾക്കുക. എൻ്റെ ആ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വെറൈറ്റീസ് ആയിട്ടുള്ള സ്റ്റോറീസ് നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും. എന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും നല്ലതുപോലെ തന്നെ ഇരിക്കാം.